ഇപ്പോൾ പുന്നപ്രയിൽ VSന്റെ വീട്ടിൽ നിന്ന് അമൽനാഥ് പടിച്ചാൽ ചേരുകയാണ്. അമൽ, VSന്റെ മൃതശരീരം അവിടേക്കാണ് കൊണ്ടുവരുന്നത് രാത്രിയിൽ. എന്തൊക്കെയാണ് അവിടുത്തെ സാഹചര്യം? ഷമേ, VSന്റെ വീട്ടിലാണ് നിലവിൽ ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ വൈകുന്നേരത്തോടു കൂടി തന്നെ വലിയ ഒരു ജനത്തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓരോ നിമിഷവും VSനെ കാണുവാൻ വേണ്ടി നിരവധി പേർ, അതായത് അടുത്ത ദിവസത്തോടു കൂടി രാവിലെയോട് കൂടിയേ VSന്റെ മൃതദേഹം ഇവിടേക്ക് എത്തുകയുള്ളൂ. പക്ഷേ ഇപ്പോഴേ ഇവിടേക്ക് ജനങ്ങൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നും, അതായത് മറ്റ് ജില്ലകൾ, ഇപ്പോൾ കാസർഗോഡ് മുതൽ ഉള്ളവരടക്കം ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. വൈകുന്നേരം ഏകദേശം ഒരു 3 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് ജനങ്ങളുടെ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനത്തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇവർ ഇവിടെ എത്തുകയും VSന്റെ ഈ ഒരു വീടിൻ്റെ മുന്നിൽ നിന്നും VSനെ ഓർത്തുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയുമാണ് ചെയ്യുന്നത്. കണ്ണേ കരളെ VS എന്ന് വിളിച്ചുകൊണ്ട് VSന്റെ ഓർമ്മകളെ അവർ വീണ്ടും നെഞ്ചോട് ചേർക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട ആ ഒരു ഇതിഹാസത്തെ ഏറ്റവും അവസാനമായി ഒരു നോക്ക് കാണുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി വീണ്ടും ഈ വീട്ടിന് മുന്നിലേക്ക് തടിച്ചുകൂടുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അല്പസമയം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. നിലവിൽ ഇപ്പോഴും ഈ VSന്റെ ഈ ഒരു വസതിയിൽ ജനങ്ങളുടെ ഒരു തിരക്ക് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. വലിയ ഒരു തിരക്ക് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ വീടിന് മുൻവശത്തെ ജനങ്ങൾക്ക് കടന്നു വരുവാൻ വേണ്ടി 2 ഭാഗങ്ങളായി ഇത് തിരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അതായത് പ്രായഭേദമന്യേ എല്ലാ ജനങ്ങളും, അതായത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തൻ്റെ പ്രിയ സഖാവിനെ ഒന്ന് അവസാനമായി കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഇവിടെ ഇപ്പോൾ അവർ VSനെയും കാത്ത്, VSന്റെ ആ മൃതദേഹവും കാത്ത് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് അവരിലേക്ക് തന്നെ നമുക്ക് പോകാം. എങ്ങനെയാണ് VSനെ ഓർക്കുന്നത്? VSനെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കാരണവരായിട്ട്, അതുപോലെ തന്നെ എല്ലാം, ഞങ്ങൾക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല, വാക്ക് കിട്ടുന്നില്ല. ഇന്നലെ മുതൽ എല്ലാവരും, ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്, എന്താ പറയണമെന്നൊന്നും അറിയുന്നില്ല, കണ്ടിട്ടേ പോകും. അവസാനമായി ഞങ്ങളവിടെ മത്സരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ കൂടെ വർക്ക് ചെയ്ത ആളാണ്. അവരുടെ കൂടെ അവസാനം ഒരു നോക്ക് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്, പാലക്കാട് നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. കണ്ടിട്ടേ പോകും. VSനെ ഓർക്കുമ്പോൾ അത് അവർക്കൊരു ആവേശവും ഒപ്പം തന്നെ വലിയ ഒരു കരുത്തുമാണെങ്കിൽ ഇപ്പോൾ അത് ഒരു നൊമ്പരമായി കൂടി മാറുകയാണ്. നമുക്ക് മറ്റുള്ളവരിലേക്ക് കൂടി പോകാം. ഈ VS, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തെ എങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ? VS കേരളത്തിൻ്റെ ഏറ്റവും കരുത്തനായ സമര പോരാളിയാണ്. പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ, കർഷക തൊഴിലാളികളുടെ, അങ്ങനെയുള്ള എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി നിരവധി ത്യാഗങ്ങൾ ചെയ്ത് സമര പോരാട്ടങ്ങൾ നടത്തി കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമര നേതാവായി മാറിയ ഒരു നേതാവാണ്. അതാണ് VSനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത്. VS എന്നും പോരാട്ടങ്ങളെ നയിച്ച ഒരു നായകനായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ? എവിടെ അനീതി നടക്കുമ്പോഴും അതിനെതിരെ പ്രതിഷേധിക്കാൻ, അതിനെതിരെ പ്രതിരോധിക്കാൻ ഒരു ശക്തനായ നേതാവ്, അതാണ് കേരളത്തിലെ VS. തീർച്ചയായും VS കേരളം എത്ര കാലം നിലനിൽക്കുന്നു, ഓരോ മലയാളി എത്ര കാലം നിലനിൽക്കുന്നു, അത്ര കാലവും മലയാളിയുടെ മനസ്സിൽ ഒരു പോരാട്ടത്തിൻ്റെ പ്രതീകമായി VS നിലകൊള്ളുന്നു. പ്രിയ സഖാവ്, അത് എല്ലാ ജനങ്ങൾക്കും, അതായത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്കൊക്കെ വളരെ പ്രിയങ്കരനായ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തെ എങ്ങനെയാണ്? VS പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും. അതുപോലെ തന്നെ പറയുന്നത് ആത്മാർത്ഥത്തോടെ പറയുന്ന കാര്യങ്ങളാണ്, അല്ലാതെ അതിനകത്ത് മറ്റ് കളങ്കങ്ങളൊന്നുമില്ല. അതാണ് VSന്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ
പല രീതിയിലുള്ള ഓർമ്മകളാണ് വി എസിനെ കുറിച്ച് ഉള്ളത്. അതായത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറെ പ്രിയങ്കരനായ പ്രിയ സഖാവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പോരാട്ടങ്ങളെ നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ 17ാമത്തെ വയസ്സിൽ ഇത്തരത്തിൽ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വരുന്നു. പിന്നീട് അദ്ദേഹം നയിച്ച പോരാട്ടങ്ങൾ അത് നമുക്ക് ഓർത്തെടുക്കുമ്പോൾ അതൊക്കെ വലിയ ആവേശം തന്നെയാണ് എല്ലാ ജനങ്ങളിലേക്കും നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ആ സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹം നയിച്ച ഏകദേശം 14 വർഷക്കാലമാണ് ഇത്തരത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം നയിച്ച പല സമരങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ അത് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് ഈ വി എസിൻ്റെ വിയോഗത്തെ കാണുന്നത്? വി എസിൻ്റെ വിയോഗം എല്ലാ തലത്തിലുള്ള ജനങ്ങളുടെയും വലിയൊരു നഷ്ടം തന്നെയാണ്. എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെയും ഒരു ആവേശം തന്നെയാണ് വി എസ്. സഖാവ് വി എസിൻ്റെ നമ്മളെ വിയോഗം നമ്മുടെ അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു സഖാവാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് നികത്താൻ പറ്റാത്ത ഒരു വിടവാണ്. വി എസിനെ അവസാനമായി കാണാൻ വേണ്ടി അങ്ങ് കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. പാവപ്പെട്ടവരുടെ പോരാളിയായ നമ്മളെ സഖാവ് വി എസിനെ കാണാൻ വേണ്ടി അവസാനമായി നമ്മൾ കാസർഗോഡ് നിന്ന് വരുന്നതാണ്. ഈ സങ്കടങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. തീർച്ചയായും അതായത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ ഓർമ്മകൾ അത് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സഖാക്കളുടെയും കണ്ണുകൾ നനയിപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു നൂറ്റാണ്ട് കൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് വി എസ് എന്ന സമരനായകൻ അദ്ദേഹം നയിച്ച പോരാട്ടങ്ങൾ, അദ്ദേഹം കേരളത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ജീവചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവരൊക്കെ ഇതിലിപ്പോൾ പലരും, അതായത് പുതിയ തലമുറ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വി എസിനെ അവർ നേരിട്ടറിയണം എന്നില്ല. പക്ഷേ പലപ്പോഴും ഇപ്പോൾ ഈ ഓൺലൈൻ്റെ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിലടക്കം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രങ്ങളും ഒക്കെ വായിച്ചറിഞ്ഞ് വന്നവരാണ്. അതിൻ്റെ ആവേശത്തിൽ നിന്നും ആ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ പ്രിയ സഖാവിനെ ഒന്ന് കാണുവാൻ വേണ്ടി ഇവിടേക്ക് എത്തി നിൽക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഇനിയും മണിക്കൂറുകളുണ്ട് അദ്ദേഹത്തെ ഈ വീട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടി. നാളെ പുലർച്ചയോടുകൂടിയാകും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തുക. പക്ഷേ മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു ജനക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഈ ഒരു ജനത്തിരക്ക് ഇവിടെയുണ്ട്. അത് വർദ്ധിച്ചു വരുന്നത് തന്നെയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആ വിലാപയാത്ര പുറപ്പെട്ടത് മുതൽ ആ കൂടെയുണ്ടായിരുന്ന ആ ജനങ്ങളുടെ ആ കൂട്ടത്തിൻ്റെ ആ ഒരു ശക്തി വർദ്ധിക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഇവിടെ ഓരോ നിമിഷം കഴിയും തോറും തൻ്റെ പ്രിയ സഖാവിനെ കാണുവാൻ വേണ്ടി എത്തുന്ന ആ ഒരു ജനങ്ങളുടെ ആ ഒരു എണ്ണം ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അവർ എത്ര സമയം വേണമെങ്കിലും എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും തൻ്റെ പ്രിയ സഖാവിന് വേണ്ടി ഇവിടെ കാത്തിരിക്കാൻ വേണ്ടി തയ്യാറാണ്. അതുതന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ ജനങ്ങളുടെ ഇടനെഞ്ചിൽ ആഴത്തിലിറങ്ങിയ പ്രിയ സഖാവാണ്. തൻ്റെ പ്രിയ സഖാവിനെ ഏറ്റവും അവസാനമായി ഒരു നോക്കു കാണുവാൻ വേണ്ടി ആയിരങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഷമി.